ദൈവിക നിയോഗത്താൽ കർത്താവ് നമ്മളൊരു സ്ഥലത്തേക്ക് അയച്ചാൽ, ചില സ്ഥലങ്ങളിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് ഭയങ്കര ഉദ്ദേശമുണ്ട്. ആ സ്ഥലങ്ങളിൽ നമ്മളുടെ പ്രവർത്തനം മുഖാന്തരം, നമ്മൾ മുഖാന്തരം അനേക കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം ജനമുണ്ടെന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലേക്ക് വരുമ്പോൾ, കൊരിന്തിയിൽ നിൽക്കുമ്പോൾ അവൻ അവിടെ പ്രതിസന്ധികളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് കർത്താവ് ഇറങ്ങി വന്ന് പറയുകയാണ്, നിന്നെ ആരും ഈ ദേശത്ത് കയ്യേറ്റം ചെയ്യത്തില്ല, നീ ധൈര്യപ്പെട്ട് വചനം പ്രസംഗിക്കുക. കാരണം ഒരു പദം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ദേശത്ത് എനിക്ക് വളരെയധികം ജനമുണ്ട്. അപ്പോൾ കർത്താവിന്റെ ഹൃദയത്തിൽ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഹൃദയത്തിൽ കർത്താവ് ഈ ശുശ്രൂഷകന്മാരുടെ മുഖാന്തരം വിടുവിച്ചെടുക്കുവാൻ ദൈവം കണ്ട ഒരു കൂട്ടം ജനത്തെ കാണുന്നുണ്ട്. അപ്പോൾ വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ടെന്ന് പറഞ്ഞാലും ആ ദേശത്ത് ദൈവിക നിയോഗത്താൽ ദൈവം നമ്മളെ നിർത്തുന്നുണ്ടെങ്കിൽ, ധൈര്യമായി ഇരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ, ഒറ്റ റീസണേ ഉള്ളൂ, ആരും എതിര് പറയാൻ ഇല്ലാത്ത രീതിയിൽ, ആരും അവൻ ഉപദ്രവിക്കാൻ വരാത്ത നിലവാരത്തിൽ ദൈവിക പ്രൊട്ടക്ഷനുകൾ അതിനകത്ത് നൽകുക മാത്രമല്ല, ആ ദേശത്ത് ദൈവം കണ്ട ജനത്തിന്റെ നടുവിൽ ദൈവം നമ്മളെ അയച്ച് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവം നമ്മളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടെയാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുക. ഈ ദിവസങ്ങളിൽ നമ്മളുടെ സുവിശേഷത്തിന്റെ വ്യാപ്തി നടക്കട്ടെ, വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ, ദൈവരാജ്യത്തിലേക്ക് അനേകരെ നേടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.